അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു കറ്റാർവാഴൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു 5 കറ്റാർവാഴൻ്റെ സോപ്പ് വേണമെന്ന് പറഞ്ഞാണ്ട് ഓർഡർ കിട്ടീന് കേട്ടോ. അപ്പോൾ അത് ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ മുന്നേ ഒരു മണിക്കൂർ മുന്നേ തന്നെ നല്ലോണം എടുത്ത് നല്ലോണം കേക്കിയൊക്കെ റെഡിയാക്കി കാണാം. അതിൻ്റെ ആ മഞ്ഞ പാല് പോണത് വരെ ആ കറണ്ടല്ലോ അത് പോണത് വരെ നമ്മൾ അവിടെ പുറത്ത് വെച്ച് ഒക്കെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. മഞ്ഞക്കറ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമ്മളിത് കറ്റാർവാഴയൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കണം. എന്നാലേ ആ കറയൊക്കെ ഒന്ന് പോയിക്കാണ്ട് ഒക്കെ ഒന്ന് റെഡിയായി കിട്ടുള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ ജെല്ലെടുക്കാണ്ട് ഞാൻ അതിന് ജെല്ലെടുത്ത് കാണാണ് ഉണ്ടാക്കുന്നത്. തൊലി കൂട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ജെല്ല് മാത്രമാണ് എടുക്കുന്നത്. കാരണം ഈ സോപ്പൊക്കെ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കളറിൻ്റെ അത് കണ്ടും ആൾക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്കൊക്കെ കളറാണ്, അപ്പോൾ വൈറ്റ് കളറുള്ളതാണ് വേണ്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കാമെന്നും കരുതിയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ കറ്റാർവാഴൻ്റെ ജെല്ലൊക്കെ എടുത്തൊക്കെ റെഡിയാക്കിക്കണം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിക്കാണ്ട് ഒന്ന് അടിച്ച് എടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കട്ടെ. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ഉപയോഗിച്ച് കണ്ടാണ് ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിക്കണത്, 300 ഗ്രാം അളവിൽ. അപ്പോൾ ഒരു 5 സോപ്പാണ് എനിക്ക് വേണ്ടിയതെന്ന് പറഞ്ഞോളൂ. 50 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. കാരണം ആദ്യം മേടിച്ചിട്ടുള്ളവർക്കൊക്കെ 50 ഗ്രാമിൻ്റെ ഓൽക്ക് കുറഞ്ഞ വിലക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് 50 ഗ്രാമിൻ്റെ ആണ് വെച്ചിട്ടാണ് ഞാൻ 50 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത്. അത് 50 ഗ്രാം എന്ന് പറഞ്ഞ് കാണാൻ കൊടുക്കുന്നത്. പക്ഷേങ്കിൽ എൻ്റെത് 60, 70, ഏകദേശം 75 ഗ്രാം വരെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ 50 ഗ്രാമിൻ്റെ ഇതിനനുസരിച്ചാണ് ഞാൻ കൊടുക്കണുള്ളൂ. കാരണം ഹോം മെയ്ഡ് സോപ്പാണ്, നല്ല സോപ്പാണെന്ന് പറയുമ്പോഴും വില നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ വില ആവശ്യത്തിന് കുറച്ച് 50 ഗ്രാമിൻ്റെ വില വെച്ച് കണ്ട് കൊടുക്കണോണ്ട് തന്നെ അപ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഓൽക്കും വാങ്ങാനും ബുദ്ധിമുട്ടാവാൻ പാടില്ല, നമുക്ക് എന്നാലും അതും ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാൻ വിലയൊക്കെ പാകത്തിനാക്കിയിരിക്കണത്. അപ്പോൾ 50 ഗ്രാം എന്ന് പറയുന്നല്ലാതെ 50 ഗ്രാം കറക്റ്റ് 50 ഗ്രാമിൻ്റെ സോപ്പൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അളവൊക്കെ ഒന്ന് കണക്കാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി അതിക്ക് വേണ്ട ആ 300 ഗ്രാമൊക്കെ വേണ്ട സാധനങ്ങൾ കറ്റാർവാഴൻ്റെ ജ്യൂസ്, പിന്നെ മറ്റുള്ള വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ്, ഗ്ലിസറിന്, അതൊക്കെ നമ്മളിനി അതിനനുസരിച്ച് ഇങ്ങനെ പാകാക്കി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്തും കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറങ്ങൾ, അതുപോലെ കരുവാളിപ്പ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, കരപ്പന്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാറിപ്പോണ സാധനമാണ് ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞത് കേട്ടോ. അത് നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരേപോലെ ഉപയോഗിച്ചിട്ട് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് അതും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ സ്കിന്നിന് നല്ല സാധനങ്ങളാണ് കേട്ടോ. നല്ലതാണ്, ഉപയോഗിക്കുന്നത് നല്ലതാണ്. കെമിക്കൽ സോപ്പ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ അടങ്ങിയതാണെങ്കിലും ഇതൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കണോണ്ട് തന്നെ നമുക്ക് നമ്മളെ സ്കിന്നിന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അളവിനും കാര്യത്തിനും അനുസരിച്ച് 300 ഗ്രാമിൻ്റെ സോപ്പ് ബേസിൻ്റെ ഇതിക്ക് എത്രത്തോളം കൂട്ടണം എന്നുള്ള അളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സോപ്പ് ബേസ് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിക്കുള്ള നമ്മളെ കറ്റാർവാഴൻ്റെ ജ്യൂസിക്കുള്ള ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ സോപ്പ് ബേസ് ഞാൻ അവിടെ ഉരുക്കി ആക്കാൻ വെച്ചുകൊണ്ടു കേട്ടോ. നമ്മളൊരു അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോപ്പ് ബേസ് പാത്രത്തിലിട്ടിട്ട് അത് ആ വെള്ളത്തിൻ്റെ മുകളിലവിടെ വെച്ച് റെഡിയാക്കി എടുക്കാനവിടെ വെച്ചുകൊണ്ടു. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് റെഡിയാക്കിയപ്പോൾ തന്നെ നമ്മളെ സോപ്പ് ബേസൊക്കെ ഉരുകി റെഡിയാക്കണേ. പിന്നെ അതിക്ക് പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഗ്രാം എന്നുള്ള അളവിൽ ആണ് കേട്ടോ നമ്മൾ ഇത് പാരുന്നത്. സോപ്പ് ബേസിക്ക് സോപ്പിൻ്റെ മോൾഡിക്ക് നമ്മൾ ഇത് പാർന്ന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ മോൾഡിക്കും നമ്മൾ പാരുമ്പോഴും നമ്മൾ അളവ് കറക്റ്റ് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 6 സോപ്പ് വേണം. അതുകൊണ്ട് തന്നെ
ഞാനിതാ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പാരുണ്ടെങ്കിലൊക്കെ 50 ഗ്രാമിൻ്റെ അളവിലല്ല കേട്ടോ കിട്ടുന്നത്. ഇപ്പം നമ്മളത് അത് 60 65 കറക്റ്റ് 50 ഗ്രാമിൽ നമുക്ക് കിട്ടണില്ല കേട്ടോ. അങ്ങനെയല്ല കിട്ടുന്നത്. പിന്നെ പല അളവിലായിട്ടാണ്. പക്ഷേ 50ൻ്റെ മുകൾക്കാണ് പോകും, 50ൻ്റെ താഴെ വരില്ല, 50ൻ്റെ മുകൾക്കായിട്ട് അങ്ങനെ പോകും കേട്ടോ. ഇനിയിപ്പോൾ ഈ ബാക്കി അതിപ്പോൾ അതൊക്കെ ഇപ്പോൾ 50ൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ബാക്കിയുള്ളതുണ്ടല്ലോ, ഇത് ഞാൻ എല്ലേക്കും ഞാൻ കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും പാടെ ഇതിൽ കൂടുതലായിക്കാണ്ട് ഏറായിക്കാണ്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ കറക്റ്റ് അളവിലൊന്നും അല്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കണം. പക്ഷേങ്കിൽ എല്ലാവരോടും ഞാൻ 50 ഗ്രാം എന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ അതാ ഇത് ഇനി ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് നല്ലോണം സെറ്റായി വരും കേട്ടോ. അപ്പോൾ പതയും കാര്യങ്ങളൊന്നും കൂടുതലില്ല. പിന്നെ ഉള്ള പദം ഞാൻ ഒഴിവാക്കണമില്ല. പദം ഒഴിവാക്കുന്നത് അത്ര നല്ലതും അല്ല, കാണാൻ വൃത്തിക്കേട് ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല. പദം ഒഴിവാക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മൾ സോപ്പ് നല്ലോണം സെറ്റായിക്കാണ്ട് വന്നിക്കണം കേട്ടോ, നല്ല കട്ടിയായിക്കാണ്ട് വന്നിക്കണേ. അപ്പം ഇനി ഇതൊക്കെ ഇതിൽ നിന്നാണ് എടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. മോൾഡിൽ നിന്ന് എടുത്തുകാണ്ട് ഒഴിവാക്കണതാ, കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതാ കറ്റാർവാഴൻ്റെ സോപ്പ് എന്ന് പറഞ്ഞാൽ ചിലർ ഇതിക്ക് കളറൊക്കെ ചേർക്കും. പക്ഷേങ്കിൽ ഞാൻ അതിക്ക് കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. വൈറ്റ് സോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ചേർക്കാതെ ഉണ്ടായിരിക്കണം. കറ്റാർവാഴൻ്റെ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒറിജിനൽ കളർ ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചിലർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ചില സോപ്പുകൾ കളറ് കണ്ട് ഇഷ്ടപ്പെട്ട് കണ്ടും ആൾക്കാർ വാങ്ങിക്കൊണ്ടുണ്ട് കേട്ടോ. കളറ് പപ്പായ, ബീട്രൂട്ട്, കറ്റാർവാഴ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്ത് വിട്ടു കൊടുക്കും. അപ്പോൾ അവൾ കളറ് കണ്ടിക്കാണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും സോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ കേട്ടോ.